ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പത്മ യതീന്ദ്രനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി സംസാരിക്കുകയാണ്. വിവാഹ വാർഷിക ചടങ്ങിൽ നിങ്ങൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ ജീവനോടെ കാണില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാ വർഷവും ഈ വിവാഹ വാർഷിക ദിവസത്തിൽ എൻ്റെ ചരമവാർഷികമാവും നിങ്ങൾക്ക് ആഘോഷിക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അപ്പോൾ സൂര്യ പറയണം, ഇപ്പോൾ കാറിൽ കയറ്, ഞാൻ അച്ഛനെ വീട്ടിലാക്കിയിട്ട് വരാം, എന്നിട്ട് നന്ദിനിയെ ഞാൻ തന്നെ അന്വേഷിച്ചോളാം. അപ്പോൾ യതീന്ദ്രൻ സമ്മതിക്കുന്നില്ല. അത് വേണ്ട സൂര്യ, ഞാനും കൂടി നിൻ്റെ ഒപ്പം വരാം എന്ന് പറയുമ്പോൾ അച്ഛൻ ഞാൻ പറയുന്നത് തൽക്കാലം ഒന്ന് അനുസരിക്കും പറഞ്ഞ് സൂര്യ യതീന്ദ്രനെയും കൂട്ടി കാറിൽ പോവുകയാണ് കേട്ടോ. ആ സമയത്ത് അവർ രണ്ടുപേരും അവർക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ നന്ദിനിയെ അന്വേഷിക്കുകയാണ്. പക്ഷേ ഒരു ഉത്തരവും കിട്ടുന്നില്ല. അങ്ങനെ യതീന്ദ്രൻ പറയുകയാണ്, സൂര്യ നീ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വിട്, നമുക്ക് അവിടേക്ക് പോവാം. നന്ദിനി പാവമാണ്, അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല, നീ കാറ് തിരിച്ചു വിട് എന്ന് പറയുമ്പോൾ സൂര്യ പറയണ, അച്ഛൻ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മയുടെ സ്വഭാവം അച്ഛന് ശരിക്കും അറിയാവുന്നതല്ലേ. അമ്മയുടെ വാശി പുറത്ത് അമ്മ എന്തെങ്കിലും കടുകയും ചെയ്യും. നന്ദിനിയോടുള്ള പക അത്രമാത്രം അമ്മയ്ക്കുണ്ട്. അമ്മയ്ക്കിപ്പോൾ നന്ദിനി ഇല്ലാത്ത സന്തോഷത്തിലാണ്. അപ്പോൾ ഈ വിവാഹ വാർഷികം ഗംഭീരമായിട്ട് തന്നെ നടത്തണമെന്നാവും അമ്മ തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അച്ഛൻ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ തന്നെ അമ്മ എന്തെങ്കിലും കടുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ അച്ഛൻ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ യതീന്ദ്രനെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം പത്മ റൂമിൽ കയറി കതക് കുറ്റിയിടുകയാണ്. അപ്പോൾ വിജയനും ഇന്ദ്രജയും പേടിച്ചുകൊണ്ട് കതക് തട്ടി വിളിക്കുകയാണ്, അമ്മയെ കടുകയൊന്നും ചെയ്യല്ലേ, അച്ഛൻ ഇപ്പോൾ വരും, അമ്മ കതക് ഒന്ന് തുറക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും പത്മ കതക് തുറക്കുന്നില്ല. അപ്പോഴത്തേക്കും സൂര്യയും യതീന്ദ്രനും അവിടെ എത്തുകയാണ്. യതീന്ദ്രനെ കണ്ടതോടുകൂടി ഇന്ദ്രജ പറയുകയാണ്, അച്ഛൻ വരാതെ കതക് തുറക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കതക് കുറ്റിയിട്ടിരിക്കുകയാണ്, അച്ഛനൊന്ന് വിളിക്കുക എന്ന് പറയട്ടോ. അങ്ങനെ യതീന്ദ്രൻ കതകിൽ തട്ടിയിട്ട്, പത്മ ഞാനിവിടെ എത്തി, നീ എന്തിനാണ് കതക് കുറ്റിയിട്ടിരിക്കുന്നത്, നീ തുറക്ക് എന്ന് പറഞ്ഞ് യതീന്ദ്രൻ വിളിക്കുകയാണ്. എന്നിട്ട് പത്മ കതക് തുറന്ന ഉടനെ തന്നെ സൂര്യയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ സൂര്യ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ പത്മയെ നോക്കുന്നത്, ഒരക്ഷരം പോലും മിണ്ടാതെ. അപ്പോൾ സൂര്യയോടുള്ള പക തീർക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും, എൻ്റെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് നാളെ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പത്മ പറയുകയാണ്, ഇന്ദ്രജ, വിജയൻ എത്രയും പെട്ടെന്ന് എല്ലാവരെയും വിളിച്ച് അറിയിക്കണം, നാളത്തെ ഫംഗ്ഷൻ അത്രയ്ക്ക് ഗംഭീരമായിട്ട് തന്നെ നമുക്ക് നടത്തണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏർപ്പാടാക്കണം എന്ന് പറയട്ടോ. അത് കേട്ട് റൂമിലേക്ക് പോകുന്ന സമയത്ത് സൂര്യ അങ്ങ് കൈയടിക്കുകയാണ്, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് അച്ഛാ, നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞേക്ക് നന്ദിനി നാളത്തെ ഫംഗ്ഷന് ഇല്ല എന്ന് കരുതി ഒരുപാട് അങ്ങ് സന്തോഷിക്കേണ്ട എന്ന്. എൻ്റെ നന്ദിനി നാളെ എന്തായാലും ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തിരിക്കും. അച്ഛൻ്റെ വിവാഹ വാർഷിക ചടങ്ങിൻ്റെ മുഹൂർത്തത്തിൻ്റെ മുന്നേ തന്നെ ഞാൻ നന്ദിനിയുമായിട്ട് ഇവിടെ വന്നിരിക്കും. എൻ്റെ വിവാഹ വാർഷികത്തിന് ആഘോഷിക്കാൻ നന്ദിനിയും ഞാനും ഒരുമിച്ചുണ്ടാവും എന്ന് പറയട്ടോ. അത് കേട്ടതോടെ പത്മ അങ്ങ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതിനെ നിന്നെ ആര് ക്ഷണിച്ചു, ഇത് എൻ്റെ വിവാഹ വാർഷിക ചടങ്ങാണ്. വിവാഹ വാർഷിക ചടങ്ങിലേക്ക് നിന്നെയും നിന്റെ ഭാര്യയെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല. ഈ ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണം പങ്കെടുക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അത് കേട്ടപ്പോൾ സൂര്യ പുച്ഛഭാവത്തോടു കൂടി പറയുകയാണ്, അച്ഛാ, ഈ വിവാഹം നടന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടല്ലേ, എന്നിട്ടിപ്പോൾ പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മാത്രം വിവാഹം നടന്നതുപോലെയാണല്ലോ. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് നടക്കുന്ന ഈ വിവാഹ വാർഷിക ചടങ്ങിൽ, എൻ്റെ അച്ഛൻ്റെ വിവാഹ വാർഷിക ചടങ്ങിൽ ഞാനും നന്ദിനിയും ഉറപ്പായും പങ്കെടുത്തിരിക്കും. ഇന്ദ്രജ പറയാണ്, സൂര്യ നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നന്ദിനി എവിടെയാണാവോ, നന്ദിനി എവിടേക്കാണ് പോയത് എന്നൊന്നും അറിയില്ല, എന്നിട്ട് എങ്ങനെയാണ് നന്ദിനിയെ നീ ഇവിടേക്ക് കൊണ്ടുവരുന്നത്, അതിനെക്കുറിച്ച് നീ എന്തിനാണ് ആലോചിക്കുന്നത്, എൻ്റെ ഭാര്യ വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും എൻ്റെ ഭാര്യയെ ഞാൻ കൊണ്ടുവന്നിരിക്കും, എൻ്റെ നന്ദിനിയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കും, നാളത്തെ ഈ ചടങ്ങിൽ എൻ്റെ നന്ദിനി പങ്കെടുക്കുകയും ചെയ്യും, ഒരു വിശ്വാസം എനിക്കുണ്ട്. അത് കേട്ടപ്പോൾ വിജയൻ പറയണേ, ആൻറ്റിക്കെതിരെ വെല്ലുവിളിക്കുകയാണോ സൂര്യ, എന്താ അളിയൻ എന്താ പറഞ്ഞത്, ഒന്നുമില്ല സൂര്യ. പത്മ ഒന്നും മിണ്ടാതെ സൂര്യ ഒന്ന് നോക്കിയിട്ട് പോവുകയാണ്. നിനക്ക് ഒരിക്കലും നന്ദിനിയെ കണ്ടുപിടിക്കാൻ കഴിയില്ല, നന്ദിനി നാളത്തെ ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല എന്ന വിശ്വാസത്തോടു കൂടിയാണ് കേട്ടോ പത്മ റൂമിലേക്ക് പോകുന്നത്. എന്നിട്ട് സൂര്യ റൂമിലെത്തിയ ശേഷം നന്ദിനി പ്രാർത്ഥിക്കുന്ന താനൂരമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് വിഷമത്തോടു കൂടി സൂര്യ പറയുകയാണ്, എന്തിനാണ് അമ്മേ നന്ദിനിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്ത് പാപം ചെയ്തിട്ടാണ് നന്ദിനിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, എപ്പോഴും നന്ദിനിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്, അവളോട് എന്താണ് ഇത്ര ദേഷ്യം അമ്മയ്ക്കുള്ളത്, അവർക്കും നല്ലത് മാത്രം വരണേ എന്ന് ചിന്തിക്കുന്ന നന്ദിനിയോട് എന്തിനാണ് ഇങ്ങനെ ഒരു മഹാപാപം ചെയ്യുന്നത്, അവൾ എപ്പോഴും അമ്മയല്ലേ പ്രാർത്ഥിക്കാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് സൂര്യ വിഷമത്തോടു കൂടി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് കേട്ടോ
താനൂരമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ പരാതി പോലെ പറയുന്നത്. ഈ സമയം നന്ദിനി ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുകയാണ്. ആരുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നന്ദിനി ഗുണ്ടകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുകയാണ്. എന്നിട്ട് സൂര്യ കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പാവം പിടിച്ച പെണ്ണാണ്, അവളെ ഒരു അപകടവും വരുത്താതെ ഈശ്വരൻ കാത്തോളനെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഞാൻ ഇതുവരെയും ഈശ്വരനോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഞാനിപ്പോൾ ഈശ്വരൻ്റെ മുന്നിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. എൻ്റെ നന്ദിനിയെ എനിക്ക് തിരിച്ചു തരണം. അവൾ ഒരു പാവമാണ്, അവൾക്ക് ഒരു അപകടവും കൂടാതെ അവളെ എനിക്ക് തിരിച്ചു തരണേ എന്ന് കരഞ്ഞുകൊണ്ട് സൂര്യ പ്രാർത്ഥിക്കുകയാണ്. സമയം നന്ദിനി ആരും കാണാതെ, ഗുണ്ടകൾ കാണാതെ അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ഒരു ഗുണ്ട കതക് വന്ന് തുറക്കുന്നത്. അതോടുകൂടി നന്ദിനി പെട്ടെന്ന് തന്നെ അയാൾ കാണാതെ മറ്റൊരു ഭാഗത്തേക്ക് ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അയാൾ പോയി എന്ന് കാണുമ്പോൾ നന്ദിനി അവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് സൂര്യയ്ക്ക് മുന്നിൽ നന്ദിനി നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ പെട്ടെന്ന് സൂര്യ സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ സൂര്യയ്ക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നന്ദിനി, നീ ഇപ്പോൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ സൂര്യ സാർ, ഞാൻ ഒരിക്കലും സൂര്യ സാറിനെ വിട്ടു പോവില്ല, എപ്പോഴും സൂര്യ സാറിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും, ഞാൻ എവിടേക്കും പോയിട്ടില്ല, ഞാൻ സൂര്യ സാറിനോടൊപ്പം തന്നെ ഉണ്ട്. അത് കാണുമ്പോൾ സൂര്യയ്ക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ താനൂരമ്മയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച ഉടനെ തന്നെ എൻ്റെ നന്ദിനിയെ എൻ്റെ കൺമുന്നിൽ എത്തിച്ചു തന്നല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി നന്ദി പറയുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി, നീ എവിടെയായിരുന്നു, നിനക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെ ധൃതിയോടുകൂടി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാർ, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ സാറിൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്ന് നന്ദിനി പറയണേ. അങ്ങനെ നന്ദിനിയെ തൊടാൻ വേണ്ടി സൂര്യ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദിനി അങ്ങ് മാഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് എനിക്കിത് തോന്നിയതാണ് എന്ന് സൂര്യയ്ക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സൂര്യ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ നന്ദിനി എവിടെയാണുള്ളത് എന്ന് എനിക്കൊന്ന് കണ്ണിൽ കാണിച്ചു താ, എൻ്റെ നന്ദിനിക്ക് ഒരു അപകടവും വരുത്തില്ല, എനിക്ക് എന്തെങ്കിലും ഒരു സൂചന താ, എവിടെയാണെങ്കിലും ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നന്ദിനിയെ ഞാൻ പോയി രക്ഷിച്ചു കൊണ്ടുവരാം, എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് കരഞ്ഞുകൊണ്ട് സൂര്യ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴത്തേക്കും നന്ദിനി രക്ഷപ്പെട്ടു പോവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഗുണ്ടകളെല്ലാവരും കൂടി നന്ദിനി അങ്ങ് വളയുകയാണ് കേട്ടോ. എന്തു പറ്റി, പെങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് തോന്നിയോ എങ്കിൽ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, അവിടെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞ് നന്ദിനിയെ അവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ് കേട്ടോ. ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടാമെന്ന് കരുതണ്ട, ഒരിക്കലും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പോൾ നന്ദിനി ഒന്നും മിണ്ടാതെ അവിടെ പോയി ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം പത്മയാണെങ്കിൽ സന്തോഷത്തിൽ എല്ലാ ഫ്രണ്ട്സുകൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും വിളിക്കുകയാണ്. നാളത്തെ ചടങ്ങിന് ഉറപ്പായും എത്തണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരാൾ ചോദിക്കുകയാണ്, യതീന്ദ്രൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ദാ ഇവിടെയുണ്ട്, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാൻ നോക്കുകയാണ് കേട്ടോ. പക്ഷേ യതീന്ദ്രൻ ഫോൺ വാങ്ങിക്കുന്നില്ല. യതീന്ദ്രൻ നന്ദിനിയെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. എവിടെയായിരിക്കും പാവം പിടിച്ച ആ നന്ദിനി, അവൾക്ക് ഒരു അപകടവും വരുത്താതെ ഞങ്ങളുടെ അടുത്ത് തിരിച്ചെത്തിക്കണേ എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുകയാണ് കേട്ടോ യതീന്ദ്രൻ. അങ്ങനെ ഫോൺ വാങ്ങിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പത്മയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ പത്മ പെട്ടെന്ന് കളവ് പറയുകയാണ്, എന്തോ ഒരു തിരക്കിലാണ്, ഞാൻ വിവരം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. പത്മ യതീന്ദ്രനോട് ദേഷ്യപ്പെടുകയാണ്, എന്താ നിങ്ങൾ ഫോൺ വാങ്ങിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്താ പത്മ, നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും സംസാരിക്കുന്നതും, നന്ദിനിയെ കാണാനില്ല, ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നന്ദിനി ഇന്നിപ്പോൾ കാണാനില്ല, നിനക്ക് ഇപ്പോഴും നന്ദിനി നിൻ്റെ മരുമകളായി നീ അംഗീകരിക്കില്ല, ഈ വീട്ടിലെ മരുമകളായിട്ടും സൂര്യയുടെ ഭാര്യയായിട്ടും നീ അംഗീകരിക്കുന്നില്ല. പക്ഷേ നീ ഒരു സത്യം മനസ്സിലാക്കണം, നമ്മുടെ സൂര്യയുടെ ഭാര്യയാണ് അവൾ, അവളെയാണ് കാണാതായിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്, നീ എന്താ ഒരു ടെൻഷനും ഇല്ലാതെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനെന്തിനും അവളെ ടെൻഷൻ അടിക്കണം, അവളെ ഓർത്ത് ടെൻഷൻ അടിക്കണം, അവൾ ഈ വീട്ടിലെ വെറും ജോലിക്കാരിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ, അവളെ കാണാത്തതിൻ്റെ പേരിൽ എനിക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ യതീന്ദ്രൻ പറയുന്നത്, എനിക്ക് സൂര്യ പറയുന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, നന്ദിനി ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ, നന്ദിനി ഫംഗ്ഷൻ തീരുന്നതിൻ്റെ മുന്നേ നന്ദിനി എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും ഈ ഫംഗ്ഷനിൽ ഞാനും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതോടെ പത്മ അങ്ങ് ഞെട്ടിപ്പോട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയുന്നത്, എന്താ അച്ഛൻ ഈ പറയുന്നത്, നന്ദിനി ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തില്ല എന്ന് കരുതി അച്ഛൻ എന്തിനാ വെറുതെ ഈ ഫംഗ്ഷൻ കുളമാക്കുന്നത്, ഈ ഫംഗ്ഷൻ നടക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണ്, നന്ദിനിയും ഈ ഫംഗ്ഷനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്, നന്ദിനി ഈ വീട്ടിലെ വെറും ഒരു വേലക്കാരിയാണ്. അത് കേട്ടപ്പോൾ വിജയൻ പറയണേ, അല്ല അങ്കിൾ, നന്ദിനിയെ കാണാനില്ല, നന്ദിനി എവിടെയാണ് ഉള്ളത് എന്ന് പോലും അറിയില്ല, പിന്നെ എന്തിനാണ് അങ്കിൾ ഇങ്ങനെ പറയുന്നത്. ഇന്ദ്രജ പറയണേ, അച്ഛനിപ്പോൾ അമ്മയെക്കാളും വലുതാണോ ആ വേലക്കാരി, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നന്ദിനി ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാതെ ഞാനും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കില്ല, ഞാനും സൂര്യയും പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ പത്മ പറയണേ, നിങ്ങളുടെ മകൻ വെല്ലുവിളിച്ചതുപോലെ തന്നെ നിങ്ങളും വെല്ലുവിളിക്കാനാണോ ഉദ്ദേശിക്കുന്നത്, എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കേണ്ട, ഈശ്വരൻ പറയുന്ന തീരുമാനം അത് നിങ്ങൾ അനുസരിക്കുമല്ലോ, ഈശ്വരൻ എന്താ നിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടോ, അതല്ല, ഞാനിപ്പോൾ ദൈവത്തെ മുൻനിർത്തി ഞാനിപ്പോൾ ട്രോസ് ഇടാൻ പോവുകയാണ്, ആ ട്രോസ് എടുക്കുന്നതും സൂര്യ തന്നെ ആയിരിക്കും, അതിൽ ഒരെണ്ണത്തിൽ നന്ദിനി വരുമെന്നും മറ്റേതിൽ നന്ദിനി വരില്ല എന്നുമാണ് ഞാൻ എഴുതാൻ പോകുന്നത്,
എടുക്കുന്നത്, അതിൽ ഏതാണോ സൂര്യ എടുക്കുന്നത് ആ തീരുമാനത്തോട് ഞാൻ യോജിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ എതിർപ്പ് പറയാൻ പാടില്ല, അതുപോലെ നമുക്ക് അനുസരിക്കാം. അങ്ങനെ പത്മ 2 പേപ്പർ എടുക്കുകയാണ്. അതിൽ നന്ദിനി വരുമെന്നും മറ്റേതിൽ നന്ദിനി വരില്ല എന്നും എഴുതിയിട്ട് അത് സൂര്യയെ കൊണ്ട് എടുപ്പിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ആരും എടുക്കുന്നില്ല, സൂര്യ തന്നെ എടുക്കട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ സൂര്യ പറയും ഞങ്ങൾ കള്ളത്തരം കാണിച്ചു എന്ന്. അങ്ങനെ പത്മ എഴുതിയ ആ പേപ്പർ സൂര്യയെ കൊണ്ട് എടുപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് യതീന്ദ്രൻ തുറന്ന് വായിച്ചു നോക്കുകയാണ്. അപ്പോൾ അതിൽ നന്ദിനി വരില്ല എന്നായിരിക്കും കേട്ടോ എഴുതിയത് കിട്ടിയിട്ടുണ്ടാവുക. അതോടുകൂടി സൂര്യ അങ്ങ് വിഷമിക്കുകയാണ്. അപ്പോൾ യതീന്ദ്രനും വിഷമിക്കുകയാണ്. അപ്പോൾ പത്മ പറയുകയാണ്, കണ്ടില്ലേ, ദൈവത്തിൻ്റെ തീരുമാനം പോലും നന്ദിനി വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നാളത്തെ ഫംഗ്ഷനിൽ നിങ്ങൾ ഒരു തടസ്സവും നിൽക്കാതെ ഈ ഫംഗ്ഷൻ ഗംഭീരമായി സന്തോഷത്തോടു കൂടി പങ്കെടുക്കാൻ നിങ്ങൾ സമ്മതിക്കണം. ഇത് ഞാൻ തീരുമാനിച്ചതല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്ന് പറയട്ടോ. അങ്ങനെ സൂര്യ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം യതീന്ദ്രൻ തനിച്ചാവുകയാണ് അവിടെ. അപ്പോൾ യതീന്ദ്രൻ വിഷമത്തോടു കൂടി തൊഴുതുകൊണ്ട് ഈശ്വരൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത്, നന്ദിനി വരില്ല എന്നുള്ളത് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നാണ് യതീന്ദ്രൻ അവിടെ ഇരിക്കുന്ന ആ തുണ്ട് പേപ്പർ കാണുന്നത്. അപ്പോൾ അതിലെ ഒരു തുണ്ട് പേപ്പറാണ് സൂര്യ എടുത്ത് വായിച്ചത്, അതിൽ നന്ദിനി വരില്ല എന്നുള്ളത് എഴുതിയത്. അങ്ങനെ മറ്റേ തുണ്ട് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിലും നന്ദിനി വരില്ല എന്നാണ് കേട്ടോ എഴുതിയിട്ടുണ്ടാവുക. അതോടുകൂടി യതീന്ദ്രന് കാര്യം മനസ്സിലാവാണ്, പത്മ 2 പേപ്പറിലും ഒരുപോലെ നന്ദിനി വരില്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇത് ഇപ്പം തന്നെ സൂര്യയെ വിളിച്ച് പറയണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് യതീന്ദ്രൻ സൂര്യയ്ക്ക് വിളിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.